ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സീരീസ് എന്താണെന്ന് വെച്ചാൽ ഒരു ആളെന്ന് പറഞ്ഞാൽ ഡോണി ഡൺ എന്ന പേര്. അപ്പോൾ ഡോണിക്ക് ഒരു കമീഡിയൻ ആവണം എന്നുള്ള ഒരു അതിയായ മോഹത്തോടെ ആൾ എന്താണ് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഓഡീഷനിൽ പോകുന്നു, ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല. അപ്പോൾ ആ സമയത്തിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും ജോലിയൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു പബ്ബിൽ ബാർ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സൈഡിലായിട്ട് ഒരു ചേച്ചി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൾ വിചാരിച്ചു, എന്തുകൊണ്ട് നമ്മളൊന്ന് ആശ്വസിപ്പിച്ചുകൂടാ, അല്ലേ, കരയുന്ന ഒരാളെ ഒന്ന് സമാധാനിപ്പിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നന്മമരമാകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പോകുന്നു, ആളെ ആശ്വസിപ്പിക്കുന്നു. ആ ചേച്ചിൻ്റെ പേരാണ് മാർത്ത സ്കോട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൾ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഫോണിൽ മെസ്സേജ് ബേബി റെയിൻഡിയർ എന്നൊക്കെ വിളിച്ചിട്ട് ഒരേ മെസ്സേജ് മാർത്ത സ്കോട്ട് അയച്ചതാണ്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ആളെവിടെയൊക്കെ ഓഡീഷന് പോകുന്നു അവിടെയൊക്കെ മാർത്ത സ്കോട്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാവിടെയും എവിടെ പോയാലും ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലും എല്ലാവിടെയും മാർത്ത സ്കോട്ട്. അപ്പോഴാണ് അവൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. മാർത്ത സ്കോട്ട് ഒരു സ്റ്റോക്കറാണ്. അങ്ങനെ പല സ്റ്റോക്കിങ്ങിൻ്റെ പേരിൽ പല പ്രാവശ്യം മാർത്ത സ്കോട്ടിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അവന് മനസ്സിലായി, ഓക്കെ, ഞാൻ പെട്ടു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സീരീസാണ് ബേബി റെയിൻഡിയർ. ഓക്കെ, മാർത്ത സ്കോട്ട് അവൻ എപ്പോഴും ബേബി റെയിൻഡിയർ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ആ സീരീസിന് ബേബി റെയിൻഡിയർ എന്ന പേര് ഉണ്ടാവാൻ കാരണം. ഓക്കെ, പിന്നെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ കം ഒരു ബ്ലാക്ക് ഹ്യൂമറൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. ആൻഡ് ഞാൻ എല്ലാവർക്കും ഒന്നും സീരീസ് റെക്കമെൻഡ് ചെയ്യൂല, കാരണം കുറച്ച് ഡിസ്റ്റർബിങ് അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് നമുക്ക് തോന്നാം. കാരണം അതിനകത്തുള്ള ആ ഒരു ഫിയറും അവരനുഭവിക്കുന്ന കൺഫ്യൂഷനും ഗിൽട്ടും ഒക്കെ നമുക്ക് അതേപോലെ തന്നെ ഫീലാവും. അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷണലി പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് ഒഴിവാക്കാവുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എങ്ങനെയാണ് ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസും പാസ്റ്റ് എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവുന്നത് ഓരോ സിറ്റുവേഷനിലും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, മോറോവർ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ചെക്ക് ഔട്ട് ദിസ് സീരീസ് ബേബി റെയിൻഡിയർ. ആൻഡ് ഇത് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ്, 2014 റിലീസായത്. ഓക്കെ.